വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത്? തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റി അതിലെ നിക്ഷേപക സമിതി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പത്രസമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവർ പ്രധാനമായും ഈ നിക്ഷേപ പണം മുഴുവൻ അപഹരിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എന്ന് ഈ നിക്ഷേപക സമിതി പറയുന്നു. നിക്ഷേപകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു നിക്ഷേപക സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് താഴെ തലം വരെയുള്ള എല്ലാവർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. 20ഓളം പരാതികൾ അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ അനുകൂലമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അഴിമതി കാട്ടിയ പ്രസിഡന്റ് മോഹനകുമാർ ആത്മഹത്യ ചെയ്തതോടെ ഈ വിഷയം കൂടുതൽ സങ്കീർണമായെന്നും അവരുടെ പണം തിരികെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. 2 സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം ഈ മോഹനകുമാർ ഒരേ സമയം വഹിച്ചിരുന്നു. അത് ഗുരുതരമായ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണെന്നും ഈ നിക്ഷേപക സമിതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തങ്ങളുടെ പൈസയും അതിന്റെ പലിശയും ഒക്കെ ലഭിക്കാതെ വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരണ വകുപ്പിന്റെ ഒരു വകുപ്പ് തല അന്വേഷണം കൂടി ഇതിൽ ഈ നിക്ഷേപക സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഒരേ വസ്തു ഈട് വെച്ച് അനേകം ലോണുകൾ മോഹനകുമാർ കൈപ്പറ്റിയിട്ടുണ്ട്.